2025 കേരളം സ്വാഗതം ചെയ്തത് പുനരധിവാസ പ്രഖ്യാപനവുമായി ആണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിൽ അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ നഷ്ടം 10,021 കോടി രൂപയാണ്. ദുരന്തത്തിൽ കേന്ദ്രം സഹായം നൽകിയില്ല. എല്ലാവരുടെയും പിന്തുണയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു തുക പോലും അനുവദിച്ചിട്ടില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കും. അതിന് ആദ്യ ഗഡുവായി 750 കോടി രൂപ അനുവദിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയെ സംസ്ഥാനം അതിജീവിച്ചുവെന്ന സന്തോഷവാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരണം ആരംഭിച്ചത്. കേരളത്തിന്റെ സമ്പദ്ഘടന അതിവേഗ വളർച്ചയുടെ പാതയിലാണെന്നും കേരളത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദന വളർച്ച വളരെ മെച്ചപ്പെട്ട നിലയിലാണെന്നും മന്ത്രി പറഞ്ഞു.